തിരുവനന്തപുരത്ത് ഓടയിൽ വീണ വയോധികയ്ക്ക് പരിക്ക്. നെയ്യാറ്റിൻകര കുന്നത്തുകാലിലാണ് സംഭവം. പുല്ലന്തേരി സ്വദേശിയായ ലീലയാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതര പരിക്കേറ്റ ലീല മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. റോഡരികിലുണ്ടായിരുന്ന കല്ലിൽ തട്ടിയാണ് അപകടം. അമരവിള കാരക്കോണം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആരോപണത്തിനിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. അപകടത്തിൽ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, എങ്ങനെയായിരുന്നു അപകടം? പ്രദേശത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് 12 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പുല്ലന്തേരി സ്വദേശിയായ ലീല ആശുപത്രിയിൽ പോയി മടങ്ങി വരികയായിരുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു വാഹനം വരുന്നത് കണ്ട് പെട്ടെന്ന് പിന്നിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ അവിടെ കൂടിക്കിടന്ന കല്ലിലും മറ്റും തട്ടി സ്ലാബ് ഇല്ലാതെ തുറന്നു കിടന്നിരുന്ന ഓടയിലേക്ക് തല കീഴായി മറിഞ്ഞു വീഴുകയായിരുന്നു. ഇവരുടെ കയ്യിനും കാലിനും ഒക്കെ ഗുരുതര പരിക്കുകളുണ്ട്. മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വളരെ ഭയാനകമാണ്. ഒരു വൃദ്ധ എത്ര വലിയൊരു കുഴിയിലേക്ക് അങ്ങനെ ഒരു അപകടത്തിൽ വീഴുമ്പോൾ വലിയ ആശങ്കയുമുണ്ട്. എന്തായാലും ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അവസാനമായി നമുക്ക് ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളുണ്ട്. റോഡ് പണിയിൽ അഴിമതി ആരോപിച്ച് ഇപ്പോൾ യുവമോർച്ച അടക്കം അവിടെ രംഗത്ത് വരുന്നു. വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. കാരണം ഈ ദിവസവും ഈ മേഖലയിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഈ റോഡ് പണി നടക്കുന്നതിന്റെ പിന്നിലെ അഴിമതിയും ക്രമക്കേടുകളും കാലതാമസവും ഒക്കെയാണ് എന്ന രീതിയിലായിരുന്നു ഇന്ന് യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായത്. യുവമോർച്ച പാറശാല മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഈ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും യുവമോർച്ച പറയുന്നു. ദൃശ്യം.